ഇന്നത്തെ റെസിപ്പി മൈദയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പൊറോട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പൊറോട്ട ചെയ്യാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട് കുത്തിരിക്കണ്ട, ഇതേപോലെ ചെയ്ത് നോക്കിട്ടോ. നല്ല സോഫ്റ്റ് പൊറോട്ട തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു 3/4 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട വേണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് പാലുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്, ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മളിങ്ങനെ മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു മുട്ട എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കുക. നിങ്ങളിത് എത്രത്തോളം കുഴയ്ക്കാൻ കഴിയുന്നോ അത്രയും നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലത് നമ്മൾ ഈ ഒരു പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു 3/4 കിലോൻ്റെ പൊറോട്ട നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ ഞാനിത് കുഴച്ചിട്ട് കേട്ടോ. ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് ഞാൻ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തിക്ക് ബോൾസ് എടുക്കുന്നില്ലേ, അതേപോലെ അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് കൈയിൻ്റെ അപ്പം വിരൽ വെച്ചിട്ട് തള്ളിക്കിട്ട് എടുത്താൽ മതിയാവും. കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രം എടുക്കാം, വെളിച്ചെണ്ണ മാത്രം എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ കേട്ടോ പൊറോട്ട. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിനാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഓരോ ബോൾസിൻ്റെ മുകളിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ബോൾസിൻ്റെ മുകളിലും ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കുഴച്ചിട്ട് ഇതേപോലെ ബോൾസ് പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണ തേച്ചിട്ടതാണ്. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈ വെച്ച് പരത്തിയിട്ട് ഇതേപോലെ റോളർ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റോളർ വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കുന്നത്. ഒരു പൂരിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തത് കേട്ടോ. കുറച്ചധികം തന്നെ വലുപ്പമാക്കിയിട്ട് പരത്തുക. എന്നിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പരത്തി വെക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വലിഞ്ഞ് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ട ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പരത്തിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓരോ ചപ്പാത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി പരത്തി വെച്ച് കൊടുക്കട്ടോ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഇതേപോലെ റോളർ വെച്ചിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീശിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് പരത്തി ഒരു 5 മിനിറ്റ് അവിടെ വെക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് നല്ല ലൂസായിട്ട് തന്നെ കിട്ടും കേട്ടോ മാവ്. ഇതേപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. ഇത് വെളിച്ചെണ്ണയും ഓയിലും തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കാര്യം.
വീശി അടിക്കാൻ പറ്റാത്തവർക്ക് ഉള്ള രീതിയിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീശി അടിക്കാൻ പറ്റാത്തോല് ഇതേപോലെ ചെയ്താൽ മതിയാവും. ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് റോളർ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്നും ഇതേപോലെ വലിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നതിന് ശേഷം നമുക്കിതേപോലെ എടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ കൈവച്ചിട്ട് വീശിയാൽ മതിയാവും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ പിടിക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക് കേട്ടോ. മുഴുവനും ഞാൻ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഓരോന്നും ഇതേപോലെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ പൊറാട്ട ഞാൻ റോളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തുന്ന സമയത്ത് ആദ്യം ചുറ്റിച്ച് വെച്ചതാണ് കേട്ടോ എടുത്ത് പരത്താൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ 3 പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒട്ടിപ്പോവും കേട്ടോ. നമ്മൾ ഇത് അട്ടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. നല്ല ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണേ. പൊറാട്ട ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ നല്ലോണം ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ എടുത്ത് മാറ്റാം. ഇനി അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം 2 ആക്കിയിട്ട് എന്നിട്ട് ഞാൻ അടിച്ചെടുക്കുന്നത്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ വാർന്നു കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അടിപൊളി പൊറോട്ട ആണ് കേട്ടോ. അടിപൊളി കേരള പൊറോട്ട ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഏതറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പൊറോട്ടൻ്റെ വീഡിയോ. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ പേര് കുറുമക്കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഇതേപോലത്തെ റെസിപ്പിയുമായി കാണാം.